സത്യത്തിൽ ഇത്തവണ വോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഉപബോധ മനസ്സിൽ എവിടെയൊക്കെയോ നമ്മുടെ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ബോധ മനസ്സിലേക്ക് അത് എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഐഡികളും നമ്മൾ ചെന്നൈയിൽ വെച്ചിട്ട് തന്നെയാണ് വന്നത്. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് കേട്ടോ ആധാറും കൊണ്ട് അപ്പൂസ് വന്നത്. ഒരു വോട്ടല്ലേ, അതിപ്പോ ചെയ്തില്ലെങ്കിൽ എന്താന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും ആ വോട്ടിന്റെ ദിവസം ആവുമ്പോഴേക്കും ചെയ്യാൻ പോയില്ലെങ്കിൽ ഒരു വിഷമമാണ്. അതൊരു ത്രില്ല് തന്നെയാണല്ലേ. മാത്രമല്ല എന്റെ അമ്മ മത്സരിച്ച സമയത്ത് ഇതുപോലെ എന്തിനാണ് വോട്ടെന്ന് ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മ വിജയിക്കത്തില്ലായിരുന്നല്ലോ. കാർഡും കൊണ്ട് വോട്ട് ചെയ്യാൻ ചെന്നപ്പോഴേക്കും എന്റെ വോട്ടർ ഐ ഡി ചോദിച്ചോട്ടോ, ഞാൻ ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഐഡികളെല്ലാം വെക്കുന്നത് ഒരൊറ്റ പേഴ്സണായതുകൊണ്ടാണ് കേട്ടോ ഈ പ്രശ്നം വന്നത്. സത്യത്തിൽ ജോലി കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് പാർട്ടി ഒന്നും പാടില്ല എന്നുള്ളൊരു നമ്മുടെ നിയമമാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ പ്രവർത്തിക്കാനും പോയിട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയ ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം നമ്മുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി പാടില്ല നമുക്ക്. ഇത്തവണ നമ്മുടെ ഇവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും കേട്ടോ. ആരാണ് വിജയിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു.